ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ആദ്യമേ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോസിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ. അതിൻ്റേതായ മിസ്റ്റേക്കുകൾ എൻ്റെ വീഡിയോസിനെല്ലാം കാണും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിലൂടെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും എൻ്റെ റിങ്കുവിനെയും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സൺലൈറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഞാൻ ഈ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്പേസിലാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഈ ഫ്ലാറ്റിൽ ഇത്രയും സ്പേസ് ഉണ്ടായിട്ടും എന്താ ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്? ഇൻഡോർ പ്ലാന്റ്സിന് സൺലൈറ്റ് വേണം. ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ അത്രയും വേണ്ട, പക്ഷേ കുറച്ചെങ്കിലും സൺലൈറ്റ് ഇൻഡോർ പ്ലാന്റ്സിൽ അടിച്ചിരിക്കണം. ഇപ്പോൾ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ അത് വീക്കിൽ ഒരു ദിവസം കൊണ്ടുവന്ന് പുറത്ത് വെച്ച് വെയിൽ കൊള്ളിച്ചിട്ട് അകത്ത് വെച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഉള്ളപ്പം എനിക്കതിനെ എല്ലാത്തിനെയും പുറത്ത് കൊണ്ടുപോയി വെയിൽ കൊള്ളിച്ച് അകത്ത് കൊണ്ടുവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്ലാന്റ്സിനെ കുറച്ച് വെയിൽ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഫ്ലാറ്റിൽ രാവിലത്തെയോ വൈകിട്ടത്തെയോ വെയിൽ അടിക്കുന്ന സ്പേസ് നോക്കിയിട്ട് പ്ലാന്റ്സിനെ അവിടെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഈ പ്ലാന്റ്സുകളൊന്നും നന്നായി വളരില്ല. കുറച്ച് വെയിൽ, രാവിലത്തെ ഒരു 9:30 വരെയുള്ള വെയിൽ, 3 മണിക്ക് ശേഷമുള്ള വൈകിട്ടത്തെ വെയിൽ, ഇതേതെങ്കിലും ഈ ചെടികളിൽ നന്നായിട്ടടിച്ചാലേ ചെടികൾ നന്നായി വളരുകയുള്ളൂ കേട്ടോ. ഒരു മണി പ്ലാന്റ് ആണെങ്കിലും അത് 2 വീക്സിൽ നമ്മൾ അതിനെ നന്നായി ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് പുതിയ ഇലകൾ വരുന്നുണ്ടോ? അത് ഇരിക്കുന്ന സ്പേസിൽ ഓക്കെ ആണെങ്കിൽ അതിന് പുതിയ ഇലകൾ വരും. ചിലർ ചെടികളൊക്കെ മേടിച്ച് വെച്ചിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്പേസിൽ അത് വെക്കും. എന്നിട്ട് നന്നായിട്ട് വെള്ളവും കൊടുക്കും, വളവും ഇട്ട് കൊടുക്കും. പക്ഷേ ചെടി നന്നായിട്ട് വളരില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ അവരെ ചെക്ക് ചെയ്യണം. 2 വീക്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അവരെ ചെക്ക് ചെയ്യണം. അപ്പം നമുക്കറിയാൻ പറ്റും അതിന് പുതിയ ഇലകൾ വരുന്നുണ്ട്, അത് ഓക്കെയാണ് എന്ന്. എൻ്റെ ഈ ചെടി കണ്ടോ, ഇത് ആ ഒരു സ്പേസിലായിരുന്നു ഞാൻ വെച്ചിരുന്നത് കേട്ടോ, ആ സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത്. അവിടെ ഇരുന്നിട്ട് ഇതിന് പുതിയ ഇലകൾ വരുന്നത് അങ്ങ് ചുരുണ്ട് പോവുകയാണ്, പുതിയ ഇലകൾ വരുന്നില്ല. അതിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുമായിരുന്നു. അതിനെ എടുത്തിട്ട് ഞാനിപ്പം കുറച്ചും കൂടെ വെയിലടിക്കുന്ന രീതിയിലോട്ട് അതിനെ മാറ്റി വെച്ചു. പിന്നെ അതിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അതിന് ആ ഇല നന്നായി വളരുന്നുണ്ട്, പുതിയ ഇലകൾ വരുന്നുണ്ട്. അങ്ങനെ ചെടികളെ വീക്കിൽ 2 ഡേയ്സ് എങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ടൈമിൽ ആ ചെടികളെ നമ്മളൊന്ന് നോക്കുക. ആ ഒരു സ്പേസ് കണ്ടോ നിങ്ങൾ? ഈ ഒരു സ്പേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, താഴെ ഒരു ബ്ലാക്ക് കളർ പോട്ടിരിപ്പുണ്ട്. ആ പോട്ടിലാണ് എൻ്റെ മണി പ്ലാന്റുകളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ. എന്നിട്ട് ആ സ്റ്റിക്കിലോട്ട് കയറ്റി വിടാനായിരുന്നു എൻ്റെ ഒരു ഐഡിയ. അവിടെ വെയിലടിക്കത്തില്ല, പക്ഷെ നല്ല ബ്രൈറ്റ് ലൈറ്റാണ് ഇവിടെ. സൂര്യൻ്റെ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇവിടെ കിട്ടും. പക്ഷേ എൻ്റെ മണി പ്ലാന്റുകളെല്ലാം സ്റ്റക്കായി കേട്ടോ, വളരുന്നില്ല. ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അതിന് പുതിയ ഇലകൾ വരുന്നില്ല. ഈ ഒരു മണി പ്ലാന്റൊക്കെ നിങ്ങൾ നോക്ക്, ഞാൻ നന്നായിട്ട് ഈ ഒരു സ്റ്റാൻഡിൽ വെച്ച് നന്നായിട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷമാണ് ഈ മണി പ്ലാന്റിനെയൊക്കെ ഞാൻ അവിടെ കൊണ്ട് നിർത്തിയത്. അതിൻ്റെ ഇലകളെല്ലാം മഞ്ഞിച്ച് അത് പോകുമായിരുന്നു. പുതിയൊരു ഇലകൾ അതിന് വരുന്നില്ല. അതിൻ്റെ ഇലകൾ ഈ ഒരു മണി പ്ലാന്റാണ്. വെയിലടിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഇലകളെല്ലാം കണ്ടോ വല്ലാണ്ടായി ഗ്രീനായി. ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷമാണ് അതിന് കുറച്ചും കൂടെ ഒരു വെയിൽ കിട്ടിയപ്പം അതിന് കുറച്ചും കൂടെ ഒരു ജീവൻ വെച്ചത്. അപ്പോൾ പ്ലാന്റ്സുകൾ എപ്പോഴും അങ്ങനെ തന്നെ സെറ്റ് ചെയ്യുക. നല്ല ലൈറ്റ് കുറച്ചെങ്കിലും അടിക്കുന്ന രീതിയിൽ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്യുക. എങ്കിലേ പ്ലാന്റ്സ് നന്നായിട്ട് വളരത്തുള്ളൂ കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക പ്ലാന്റ്സിനെ, അതിന് പുതിയ ഇലകൾ വരുന്നുണ്ടോ. ഇനി നിങ്ങൾ സെറ്റ് ചെയ്തെടുത്ത് സൂര്യപ്രകാശം കൂടുതലാണ്, അവർക്ക് ആ ചൂട് താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളിലെ ഈ ഒരു ഭാഗത്ത് നല്ല ബ്രൗൺ ഷെയ്ഡ് വരും. ഈ ഒരു ഭാഗത്ത് നല്ല ബ്രൗൺ കളർ വരും. അതിനർത്ഥം ആ ചൂട് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് അവരെ കുറച്ചും കൂടെ മാറ്റൂ എന്ന്. സാധാരണ നമ്മുടെ സമ്മർ ടൈമിൽ ചെടികൾക്കെല്ലാം അങ്ങനെ വരും കേട്ടോ. ആ ഒരു ടൈമിൽ ഇവർക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പം ഞാൻ കർട്ടനിട്ട് ഈ ഒരു ഭാഗം
ക്ലോസ് ചെയ്യും. 9 മണിക്ക് ശേഷം കർട്ടൻ ഇട്ട് ക്ലോസ് ചെയ്തിട്ട് 10 മണി 11 മണി ആകുമ്പോഴത്തേക്ക് വെയിൽ പോകുന്ന ടൈമിൽ കർട്ടൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. സമ്മർ ടൈമിലും ഈ പ്ലാന്റ്സിനെ എല്ലാം ഇവിടെ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടൈമിൽ സൺലൈറ്റിന് വേണ്ടി അവരെ ഞാൻ കെയർ ചെയ്യുന്നത് നല്ല ചൂട് വരുന്ന സമയത്ത് കർട്ടൻ ഇട്ട് വിൻഡോ ക്ലോസ് ചെയ്യുക എന്നാണ്. ഇത്രയാണ് ഞാൻ സൺലൈറ്റിൻ്റെ കാര്യങ്ങൾ ഈ ചെടികൾക്ക് വേണ്ടി നോക്കാറുള്ളത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഫ്ലാറ്റിലും അങ്ങനെ ചെടികളുണ്ട്, നന്നായി വളരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെയിൽ കിട്ടുന്ന രീതിയിൽ അതിനെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായി വളരും. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പോട്ടി മിക്സിനെ പറ്റി പറഞ്ഞു തരാം കേട്ടോ. അപ്പം വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. റിങ്കുവിന് പുറത്തിറങ്ങാനാണ്, ഇത് ഡോറ് ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അവൻ കുറേ നേരമായിട്ട് പുറത്തിറങ്ങണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യാത്തതിൻ്റെ ദേഷ്യത്തിന് അതെല്ലാം കൂടെ വലിച്ചു പൊട്ടിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം അപ്പം. ഓക്കെ, ബൈ.